എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? സോ വെക്കേഷനൊക്കെ ആയിട്ടുണ്ട് കുറെ പേർക്ക് അല്ലേ? കുറച്ച് പേർക്ക് വെക്കേഷനൊക്കെ ആകാറാവുന്നു, എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ സമയത്ത് എക്സാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണ്, വെക്കേഷൻ സമയത്ത് പേരൻസും ബന്ധുക്കളും എല്ലാം പറയുന്ന ഒരു കാര്യമാണ് ബുക്കൊക്കെ വായിക്കുക. നല്ല കാര്യമാണ്. അവധി സമയത്തൊക്കെ നിങ്ങൾക്ക് മാക്സിമം വായിക്കാൻ പറ്റുന്ന ബുക്സ് ഒക്കെ വായിക്കാനൊക്കെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് മക്കളോട് അല്ലേ? പക്ഷേ പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടികൾ വായിക്കുന്ന ബുക്ക് ഏത് ബുക്കാണ്, അതിൻ്റെ അകത്തുള്ള കോണ്ടന്റ്, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ഓരോ ഏജിനാണ് ഓരോരോ ബുക്ക്. കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു മുതിർന്ന ഒരാൾ വായിക്കേണ്ട കോണ്ടന്റ് ഉള്ള ബുക്കുകൾ ആവണം എന്നില്ല എന്താണ് ചെറിയ കുട്ടികൾ വായിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ ചേർത്ത് പറയാം. ഭയങ്കരമായിട്ടൊരു കൊലപാതകം പറ്റി ഭയങ്കര വിശദീകരിച്ച് എഴുതുന്ന ഒരു ബുക്ക്, അതൊരു കൊച്ചുകുട്ടി വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പിള്ളേർക്ക് എന്താണ്, ക്യൂരിയോസിറ്റിയാണ്, ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ടൈപ്പ് കോണ്ടന്റ് ഉള്ള ബുക്ക്, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. പല പല അർത്ഥങ്ങൾ വരുന്ന പല പല ബുക്കുകളുണ്ട് അല്ലേ? അപ്പോൾ നോക്കിയും കണ്ടുവേ നമ്മൾ എന്താണ് നമ്മുടെ മക്കൾക്ക് ബുക്ക് കൊടുക്കാവുള്ളൂ. കുട്ടികൾ വായിച്ച് തന്നെ വളരണം. പക്ഷേ ആ ബുക്കിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്ത്, ഭയങ്കര ഈച്ച് ആൻഡ് എവരിത്തിങ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ അകത്തെ കോണ്ടന്റ്, ആ ഒരു ഒരു നോവലാണെങ്കിൽ ആ നോവലിൻ്റെ അകത്ത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് ജസ്റ്റ് ഒരു ഓവറോൾ ഐഡിയ പേരൻസിന് വേണം കേട്ടോ. എന്നിട്ട് പിള്ളേർക്ക് ആ ബുക്ക് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശരി, ബൈ, ചാ.